ഇന്നത്തെ ഒരു സ്റ്റെല്ലാർ പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ഓഹരിയായിരുന്നു യൂണിയൻ ബാങ്ക്. യൂണിയൻ ബാങ്കിന് മികച്ച മുന്നേറ്റം ഇന്ന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും മികച്ചൊരു പാദഫലത്തെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നേട്ടം യൂണിയൻ ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോഴത്തേക്കും കാണുന്നത് 1% ഒരു വർധനമാണ് രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റിനെ സംബന്ധിച്ച് 9% വർധനവിൽ 5017 കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രോസ് NPA വരുമ്പോൾ 3.06% രേഖപ്പെടുത്തിയത്. നെറ്റ് ഗ്രോസ് NPA 0.51% എന്ന രീതിയിലുമാണ് യൂണിയൻ ബാങ്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഏതായാലും ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത് ഇയർ ഓൺ ഇയർ ആയിട്ടുള്ള ഒരു Q3 റിസൾട്ടാണ് മെൻഷൻ ചെയ്തത്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് ഇന്ന് 7.35% ഒരു നേട്ടം ക്ലോസിങ്ങിനോട് അടുക്കുമ്പോൾ ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. 178 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഒരു ലോങ് ടൈം ട്രെൻഡ്, എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു ട്രെൻഡ് ഓവറോൾ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു മാസത്തിന് ശേഷം നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണുന്നത് ഓൾമോസ്റ്റ് 45%ഓളം റിട്ടേൺ രേഖപ്പെടുത്തിയ ഒരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് അവസാനമായി കണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിങ്ങുമാണ് ഇപ്പോൾ യൂണിയൻ ബാങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 7.53% ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് അടുത്ത ഓഹരിയിലോട്ട് കടക്കാം. ഗ്രോയുടെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഗ്രോയുടെ ഒരു റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്നത് ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനം എന്ന് പറയാൻ സാധിക്കും. 28% ഇടിവാണ് പ്രോഫിറ്റിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നമ്മൾ കണ്ട 757 കോടിയിൽ നിന്ന് ഇപ്പോൾ 547 കോടി എന്ന രീതിയിലാണ് Q3യിൽ റിസൾട്ട് വന്നിരിക്കുന്നത്. 28% ഡിപ്പാണ് ഗ്രോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ഇൻകത്തിലോട്ട് വരുമ്പോൾ 26% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ആയിരുന്നു. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ നോക്കുമ്പോൾ റവന്യൂവിൽ 19.4% ഉയർച്ചയാണ് ഗ്രോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റയിലോട്ട് വരുമ്പോൾ 19.37% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 720 കോടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 59.27% ഇത്തവണ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്.